എനിക്ക് ഓരോരോ സോ യു ആർ ഡിവൈഡ് ടു 4 ഹൗസസ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ ആൻഡ് റെഡ്. ആ കൊടുക്ക് ദീപ്തിമാണി. Each house, each group, 6 people I want to come. You to come. 6 of you I want. 6 of you to come here. ആർക്കും വരാം. 6. ഓരോ ഗ്രൂപ്പിൽ 6 ആൾക്കാർ. ഗ്രീൻ 6 ഗ്രീൻ വരൂ. ഗ്രീന്ന് 6 ആൾക്കാർ. പറ്റും, ഞങ്ങൾക്ക് തന്നെയാണ്. റെഡിന്ന് 6 ആൾക്കാർ. വാ, നീ റെഡ് അല്ലേ, വരൂ. റെഡ് വാ, അത് വലിക്കരുത്. മ്യൂസിക്കൽ ചെയർ. റെഡ്. സിക്സ് റെഡ്. റെഡ് ആരൊക്കെ ഉണ്ട്? 4. വേറെ ഗേൾസ് ഒന്ന് പോക്കോ. ഗെറ്റ് അപ്പ് ആൻഡ് കം ഔട്ട്. നോ, കം. വാ, വരൂ. യെല്ലോ 6 യെല്ലോ വരൂ. ഓക്കെ, നമ്മുടെ ഗ്രീന്ന് 6 പേരുണ്ടോ? 6. എല്ലാവരും ഒന്ന് ലൈനപ്പ് ചെയ്തേ. ഗ്രീൻ ഓൾ ദ 6 ഗ്രീൻ ഹൗസിൽ നിന്നുള്ള 6 പേരും. 1 2 3 4 5 5 പേരേ ഉള്ളൂ. 6 മെമ്പേഴ്സിലേക്ക് ഒരാൾ കൂടെ. ഗ്രീൻ ഹൗസിൽ നിന്നും ഒരാൾ കൂടെ. കുട്ടികളെ മാത്രമാക്കണ്ട. ഫ്രം പാരൻസ്. Green, please come. Okay, so 1 2 3 4 5 6. Yeah. Any blue? From blue. 1, come this way. 1 2. Okay, stand up. 1 2. ഇവിടെ ഏതാ? ബ്ലൂ ആണോ? 3 4 5. ഇവിടെ 5 ഉണ്ട്. 5 ബ്ലൂ. 5. വി നീഡ് 1 മോർ. ഒരു ബ്ലൂ ഹൗസിന് ഒരാൾ കൂടെ. 5 കുട്ടികളും പ്ലസ്. ഓക്കെ, ദെൻ റെഡ്. ഓക്കെ, റെഡ് 1 2 3 4 5. റെഡ് 6. ഓക്കെ, അപ്പോൾ വി ഹാവ് 6 red, 6 blue, 6 green and 1 yellow. Any yellow? Yellow in the? We need 5 more. 2, 1 2 3 4 5. Then 1 more. Oru yellow kude. Yellow. അതവിടെ വെച്ചിട്ട് വന്നാൽ മതി. ഉണ്ടോ? ഓക്കെ, 6. അവിടെയും വന്നോ? എത്ര പേരായി? 1 2 3 4 5 6 7 ആയി. ഒരാള് കുഴപ്പമില്ല. 7 പേര് നിൽക്കട്ടെ. അതെ, 7 കുഴപ്പമില്ല. ഏതെങ്കിലും എവിടെ? വാ, കം. യെല്ലോയിൽ ഇപ്പം നമുക്ക് ടോട്ടൽ ഓഫ് 7 ആണോ 8 ആണോ ഉള്ളത്? 1 2 3 4 5 6 7 8 ഉണ്ട്. കുഴപ്പമില്ല, നമുക്ക് 25 ചെയേഴ്സ് ഉണ്ട്. സോ നോ പ്രോബ്ലം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന്
കുഴപ്പമില്ല, കം കം കം. വേറെ ഇല്ല, അത് കുഴപ്പമില്ല. നമുക്ക് കൂടുതലാണെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. കുറവാണെങ്കിൽ ഫസ്റ്റ് ലൈനിൽ സീറ്റ് കിട്ടാത്തവർ എല്ലാവരും ഔട്ടായിരിക്കും. അത്രേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് മ്യൂസിക്കൽ ചെയറാണ്. തമ്പോല കളിക്കാറായിട്ടില്ല കേട്ടോ. ദിസ് ഇസ് നോട്ട് തമ്പോല. നമ്മൾ മ്യൂസിക്കൽ ചെയറാണ് ഫസ്റ്റ് ചെയ്യാൻ പോണത്. തമ്പോലയുടെ കാർഡ് കയ്യിലുണ്ടെങ്കിൽ എല്ലാവരും യു ക്യാൻ കീപ് ഇറ്റ് ഇൻ യുവർ പോക്കറ്റ്. കൊടുത്തോളൂ കൊടുത്തോളൂ. അതെ അതെ, അത് നമുക്ക് മിക്സ് ചെയ്യാം, ഷഫിൾ ചെയ്യാം. അല്ല, വേറൊരു കുഴപ്പമുണ്ട്. ഓക്കെ, അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. തമ്പോലയും നമ്മൾ ഇൻ ബിറ്റ്വീൻ ഓരോ ഗെയിംസിൻ്റെയും റൗണ്ടിനിടയിലും മറ്റൊക്കെ ആയിട്ട് തമ്പോലയുടെ സിംഗിൾ നമ്പേഴ്സ് നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സ്പോട്ടിൽ തന്നെ മാർക്ക് ചെയ്യുക. മിസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ചാൻസ് ഉണ്ടായിരിക്കില്ല കേട്ടോ. ഗെറ്റ് മീ, നിങ്ങളുടെ കൊടുത്തിരിക്കുന്നത് കാർഡ് തിരിച്ചു വാങ്ങിച്ചോ. തമ്പോല ഫസ്റ്റ് നമ്പർ ഇസ് 34. 34. First number is 34. ഓക്കെ, സോ തമ്പോലയുടെ ഫസ്റ്റ് നമ്പർ നമ്മൾ പറഞ്ഞു. ആൻഡ് ഹിയർ നമ്മൾ നമ്മുടെ മ്യൂസിക്കൽ ചെയർ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ ഓരോ ഹൗസിൻ്റെയും ആൾക്കാർ ഒരുമിച്ചിട്ടാണ് നിൽക്കുന്നത്. ഒന്ന് ഷഫിൾ ചെയ്തേ. ആ സൈഡിൽ ഒന്നോ രണ്ടോ യെല്ലോ നിന്നിട്ട് കുറച്ച് യെല്ലോ. എല്ലാവരും എല്ലാ ബാൻഡിൻ്റെ മിക്സഡ് കളേഴ്സ് ആയിട്ട് എവിടെ വേണമെങ്കിലും. റെഡിയാണോ? ഓക്കെ, അവിടെ ആ സൈഡിൽ ആരും ഇല്ലല്ലോ. ആ ചെയറിൻ്റെ ഒന്നും ഭാഗത്ത് ആരും ഇല്ല. എല്ലാവരും ഇവിടെ നിന്നാ. ഇവിടെ നമുക്ക് ടോട്ടൽ 28 മെമ്പേഴ്സും മറ്റും ഉണ്ടായിരുന്നോ? 26 or 27? ആരെയും കാണാനില്ലല്ലോ. അത്ര പേരുണ്ടോ ഇവിടെ? നമ്മൾ നേരത്തെ കുട്ടികളായതുകൊണ്ടാണോ? ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. അതെ അതെ, നമ്മൾ 2-3 പേര് കൂടെ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. യെലോയിൽ നമുക്ക് വി ഹാവ് അറൗണ്ട് 8 മെമ്പേഴ്സ്. അപ്പോൾ ബാക്കിയുള്ള ഹൗസിന് കൂടെ 1-2 പേര് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആവാം. ഫ്രം ബ്ലൂ, റെഡ്, ഗ്രീൻ, ആരെങ്കിലും 1, 2, 3. യാ, ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഇവിടെ മ്യൂസിക് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ട്രാക്ക് എന്തെങ്കിലും ഒന്ന് പ്ലേ ചെയ്ത് തരുമോ? അവിടെ കൺസോൾ ഏതെങ്കിലും ഒരു മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്ത് തരുമോ? ക്ലോക്ക് വൈസ് മൂവ് ചെയ്താൽ മതി. നമുക്ക് തലയ്ക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് അതിനുശേഷം ചെയ്യാം. ഓക്കെ, ക്ലോക്ക് വൈസ് നിങ്ങളുടെ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്താൽ മതി. വൺസ് അഗൈൻ നമ്മൾ മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആൻഡ് പ്ലീസ് ബി വെരി കെയർഫുൾ. നമ്മുടെ ക്യാബിൾസ് ഇൻ ബിറ്റ്വീൻ പോകുന്നുണ്ട്. അവിടെ ലൈറ്റിൻ്റെ ഒക്കെ സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ ആരും ഹറി ആവേണ്ട കാര്യമില്ല. സ്ലോലി മൂവ് ചെയ്താൽ മതി. മ്യൂസിക്
ഓക്കെ, സ്റ്റാർട്ട് മൂവിങ്. ബാക്കിയുള്ളവരെല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തേ. നല്ലൊരു കൈയടിക്ക് കൊടുക്കുക. മ്യൂസിക് പോസ് ചെയ്യുന്ന സമയത്ത് ആൻഡ് നോ റിവേഴ്സ് ബാക്ക്. ഓക്കെ, നമ്മള് തിരിഞ്ഞ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയിട്ട് നിങ്ങളുടെ സീറ്റ് പിടിക്കരുത്. ഫ്രണ്ടിലേക്ക് മാത്രമേ, ഫോർവേഡ് പൊസിഷനിലേക്ക് മാത്രമേ നിങ്ങൾ മൂവ് ചെയ്യാൻ പാടുള്ളൂ. ഇതിൽ ചെയർ കിട്ടാത്തവര് മൊത്തം എല്ലാവരും ഔട്ട് ആയിക്കോ. അവിടെ നിന്ന് മൂവ് ചെയ്യേണ്ടവരാണെങ്കിൽ കിട്ടാത്തവര്, ചെയർ കിട്ടാത്തവര് മാറി നിന്നോളൂ. ഓക്കെ ഓക്കെ, ചെയർ കിട്ടാത്തവരൊക്കെ മാറി നിന്നില്ലേ? ഓൾറൈറ്റ്, ഇനി എല്ലാവരും ഒന്ന് എഴുന്നേറ്റേ. ഇവിടെ നമുക്ക് ഈ സൈഡിൽ നിന്ന് 2 ചെയറും മൂവ് ചെയ്തോ. 2 ചെയർ മൂവ് ചെയ്യോ. ആ സൈഡിൽ നിന്നും 2 ചെയർ നമുക്കൊന്ന് ഒഴിവാക്കാം. അത് കുഴപ്പമില്ല. അവിടെ നിന്ന് 2 ചെയർ മാറ്റിയോ? മാറ്റി. ഓക്കെ ഓക്കെ, സ്റ്റാർട്ട് മ്യൂസിക്. ചെയർ ടച്ച് ചെയ്ത് ആരും പോവരുത്. നോ മൂവ് ബാക്ക്. സീറ്റ് കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഏതെങ്കിലും സീറ്റ് തിരിച്ചു പോവരുത്. സ്ലോലി. ഓക്കെ, ഈ റൗണ്ടിൽ എത്ര പേര് ഔട്ടായി? 2 പേരോ 3 പേര്? ഓക്കെ, ആ 3 പേരും ഔട്ടായ 3 പേരും മാറി നിന്നു. 5 ചെയർ നമുക്ക് എടുക്കാം. ഈ സൈഡിൽ നിന്ന് 2 ഫ്രം ദിസ് സൈഡ് ആൻഡ് 3 ഫ്രം ദാറ്റ് സൈഡ്. All right, ready? So yes, next round. ഇല്ല. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് 1 ഫ്രം ദിസ് സൈഡ് ആൻഡ് 1 ഫ്രം ദാറ്റ് സൈഡ്. കണ്ടിന്യൂ ചെയ്യാം. റെഡി? ഓക്കെ, ഹിയർ വി ഗോ. സ്പെഷ്യലി ഗിഫ്റ്റ് ഒന്നും തരുന്നില്ലെങ്കിലും ഏറ്റവും നല്ല സിമ്പിൾ മൂവ്മെന്റ്സിലൂടെ വാക്ക് ചെയ്യുന്ന ആൾക്കാരെ ഒരു സ്പെഷ്യൽ അപ്രീസിയേഷൻ നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ, 2 പേര് കുഴപ്പമില്ല. ഗുഡ് വർക്ക്. ഓൾറൈറ്റ്, അഗൈൻ നമുക്ക് 2 എണ്ണം. 1 ഫ്രം ദിസ് സൈഡ് ആൻഡ് 1 ഫ്രം that side. Chair. Okay, start music. Start moving. എല്ലാരും നല്ലൊരു കയ്യടിയൊക്കെ ഒന്ന് കൊടുത്തേ.
No move back. കുഴപ്പമില്ല. താങ്ക് യു. ഓക്കെ, അഗൈൻ നമുക്ക് ഇവിടെ നിന്ന് ഒരെണ്ണം എടുക്കാം, ആ സൈഡിൽ നിന്നും ഒരെണ്ണം എടുക്കാം. കുഴപ്പമുണ്ടോ? നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് മൂവ് ചെയ്യണോ? ഈ വഴിയിൽ തന്നെ, ഇതുവഴി തന്നെ പോയിട്ട് തല കറങ്ങുന്ന പോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മൂവ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. ഓക്കെ, ദെൻ യു ക്യാൻ സ്റ്റാർട്ട്. ഓക്കെ, യെസ്, എല്ലാവരും ഇപ്പം ലാസ്റ്റ് നമ്മൾ ടൈറ്റ് കോമ്പറ്റീഷൻ നടത്തും. അവിടെ നിന്ന് നമുക്ക് ഒരു ചെയർ റിമൂവ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. റെഡി? ഓക്കെ, ഗോ. ഓപ്പോസിറ്റ് ഓടരുത്. നോ 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 നോ. ആ, 2 പേരും ഔട്ടായതാണോ? ഓക്കെ, വാ, നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാം. അതിന് മുൻപ് 2 ചെയർ കൂടെ നമുക്ക് എടുക്കാം. അവിടെ നിന്ന് ഒരു ചെയർ എടുത്തോ. സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് മ്യൂസിക്. നമ്മളെ ചെയറിന്റെ അടുത്ത് ഇച്ചിരി മാറിയിട്ട് മൂവ് ചെയ്തോ കേട്ടോ. കീപ് ഇറ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, വെൽ പ്ലേഡ്. നമ്മുടെ ഇഷിൽ നന്നായിട്ട് കളിച്ചിട്ടോ. ഇനി ഇവിടുന്നും Back it up, make me cock it and rev it. And I just any man can. ഇവിടെ എന്താ ചെയ്യുന്നത്? ആദ്യമായി. ഓക്കെ, വെരി ഗുഡ്, വെൽ പ്ലേഡ്. ഇനി ലാസ്റ്റ് 2 ചെയർ, അല്ല ഇത് 3 നമുക്ക് വെക്കാൻ തോന്നുന്നു അല്ലേ? ഇത് 3 വെക്കാം. ഓക്കെ, ഏതൊക്കെയാണ് നമ്മുടെ ഹൗസ്? ഏതൊക്കെയാ? ബ്ലൂ. ഇവിടെ 2, 3 ബ്ലൂ ആണോ? ഓ മൈ ഗോഡ്. ഓൾറൈറ്റ്, ലെറ്റ്സ് സ്റ്റാർട്ട്. Quando se joga pra gente, eu falei assim.
ഇതുവഴിയെങ്കിലും എടുക്കാം. ഇത് ആർക്കാണോ കിട്ടുന്നത് അവരായിരിക്കും നമ്മുടെ വിന്നർ. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എല്ലാം ഉണ്ട്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വരെ ഉണ്ട്. പ്രൈസ് ഒക്കെ ഇവിടെ റെഡിയാണ്. സോ ഡോണ്ട് വറി. ഫസ്റ്റ് നമ്മൾ വിന്നറിന് ഈ ഒരു ഗിഫ്റ്റ് കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം, തൊട്ടടുത്ത് കൂടെ വരരുത് കേട്ടോ. ഈ ഒരു ഡിസ്റ്റൻസ് 2 പേരും കീപ്പ് ചെയ്തിട്ട് മാത്രമേ മൂവ് ചെയ്യാൻ പാടുള്ളൂ. റെഡി? അപ്പോൾ ലാസ്റ്റ് റൗണ്ട് ആണ്. പേരെന്തൊക്കെയാ മോൻ്റെ പേര്? IAN. ഇയാൻ. ഓക്കെ, ശ്രേയസ്. ഓക്കെ, അപ്പോൾ ശ്രേയസും ഇയാനുമാണ്. സ്റ്റാർട്ട് ചെയ്യാം. So Ian and Shreyas, keep your eyes on the gift. Okay? Slowly move ചെയ്താൽ മതി. So Ian is the winner. തല കറങ്ങുന്നുണ്ട് അല്ലേ? ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഇയാനാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. അപ്പോൾ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഇയാന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് സജീവിനെ വിളിക്കുന്നു. മച്ചാൻ, അങ്ങനെ പഴയ കസേരകളിയിലെ ചാമ്പ്യനായിരുന്ന മച്ചാൻ പ്രസൂൺ ആൻഡ് നവ്യയുടെ മകൻ ഇയാൻ. ഓക്കെ, ശ്രേയസ് സെക്കൻഡ് പ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ജ്യോതിഷരി, പണ്ടത്തെ നമ്മളെ മ്യൂസിക്കൽ ചെയറിലെ സെക്കൻഡ് പ്രൈസ് ആയിരുന്ന ജ്യോതിഷരി. ഇത് നമ്മളെ രാജേഷ് ചാൾസിന്റെയും സോനയുടെയും അല്ലേ? ശ്രേയസ്. And finally the third prize. ബിമിഷ പ്രൈസ് കൊടുക്കാൻ വേണ്ടി ബിമിഷയെ വിളിക്കുന്നു. And fourth prize, ഒരു fourth prize കൂടി ഉണ്ട് അല്ലേ? ഏഞ്ചലീന. വാ സ്വപ്ന ഡൊമിനിക്കിന്റെ മകൾ ഏഞ്ചലീന. ആൻഡ് പ്രൈസ് കൊടുക്കാൻ വേണ്ടി ദിവ്യ എം നായരെ വിളിക്കുന്നു. അന്ന് ഗേൾസിന്റെ മ്യൂസിക്കൽ ചെയർ കോമ്പറ്റീഷനിലെ ഒരു ലാസ്റ്റ് കിട്ടിയിരുന്നത്. സോ നമ്മുടെ തമ്പോലയിലെ നെക്സ്റ്റ് നമ്പർ 57 ഫാസ്റ്റ് ഗെയിം വരുന്നത് ദംഷ്രാഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഹൗസിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിനോടൊപ്പം ജോയിൻ ചെയ്യുക. ബ്ലൂ ബാൻഡ്സ് ഉള്ളവരെല്ലാവരും ബ്ലൂ ബാൻഡുള്ള ടീമായിട്ടൊന്ന് ജോയിൻ ചെയ്യുക. റെഡ്, ഓൾ ദ റെഡ് ബാൻഡ് മെമ്പേഴ്സ്. പിന്നെ ഗ്രീൻ, ദെൻ നമുക്ക് കളറ് യെല്ലോ, റെഡ് ആണ്. ആണ് റെഡ് is on the right side, then ഗ്രീൻ എവിടെ? ബ്ലൂ എല്ലാവരും ലെഫ്റ്റ് സൈഡ് ആണ്. നമുക്ക് ഫ്രണ്ടിൽ ഗ്രീൻ ഉണ്ട്, റെഡ് അവിടെ ഉണ്ട്. where is യെല്ലോ? യെല്ലോവും അവിടെ തന്നെയാണോ? അങ്ങനെയാണെങ്കിൽ ഗ്രീൻ എല്ലാവരും ഇവിടെയാണോ? ഇവിടെ ഗ്രീൻ എല്ലാവരും അവിടെ ഒന്നിരിക്കും. യെല്ലോ നമ്മുടെ തമ്പോല നെക്സ്റ്റ് നമ്പർ 20 ഉള്ളവർ മാർക്ക് ചെയ്തോ.
റിപ്പീറ്റ് ചെയ്യില്ല. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത് 20 ആണ്. ഇനി റിപ്പീറ്റ് ചെയ്യത്തില്ല കേട്ടോ. 2020. നെക്സ്റ്റ് നമ്പർ 49. 49. നമ്മളിപ്പോൾ ടോട്ടൽ 4 നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ ഈവൻ ബോട്ടം ലൈൻ ആണെങ്കിലും മിഡ് ആണെങ്കിലും ടോപ്പ് ആണെങ്കിലും നമ്മൾ 5 നമ്പേഴ്സ് ആണ് ടോട്ടൽ ഉള്ളത്. അപ്പോൾ ആർക്കെങ്കിലും 4 എണ്ണം വന്നവരാരെങ്കിലും ഉണ്ടോ? 4 എണ്ണം, 2 എണ്ണം. നെക്സ്റ്റ് നമ്പർ ഇസ് 28. 28. ഓക്കെ, റിപ്പീറ്റ് ചെയ്യാട്ടോ. 5, 6 നമ്പർ ഇപ്പം നമ്മൾ ടോട്ടൽ പറഞ്ഞില്ലേ? 6 നമ്പേഴ്സ് പറഞ്ഞു. 3, 4, 34. 2, 8, 28. 20, 20. 4, 9, 49. 28 ആണ്. അത് 57 ആണ്. 28 ആണ്. 5, 7, 57. 8, 3, 83. 8, 3, 83. ഇതിൽ ഒന്നും കിട്ടിയവരാരും ഇല്ലല്ലോ? ബോട്ടം ലൈൻ, മിഡ് ലൈൻ, ടോപ്പ് ലൈൻ. ഓക്കെ, ചിരിക്കണ്ട. ഇത് സിനിമ ഗസ്സിങ് അല്ല, ഇത് സോങ് ആണ്. നിങ്ങളത് ഡാൻസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആക്ട് ചെയ്തിട്ടോ കാണിച്ചു കൊടുക്കണം. അപ്പോൾ ബ്ലൂ, യെല്ലോ, ഗ്രീൻ, റെഡ്. ഡെമോ ഞാൻ റൂം ഫസ്റ്റ് നമുക്ക് ബ്ലൂ ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ വോളണ്ടിയർ ചെയ്തിട്ട് വരും. ആ ഗ്രൂപ്പിൽ നിന്ന് അയാൾ ചെയ്ത് കാണിക്കുന്ന ബാക്കി ആൾക്കാർ ഗസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പ്രൈസ്. മലയാളം പാടല്ലേ? അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. മലയാളം മാത്രമാണോ നീ മാത്രം? ഈ ഷർട്ടും വേറൊരു കാര്യമുണ്ട്, ഇവൻ പറയുന്നത് ഇവരുടെ ഗ്രൂപ്പുകാർക്ക് മാത്രമേ ഉത്തരം പറയാൻ പറ്റത്തുള്ളൂ. ബാക്കി ആൾക്കാർ അറിയാണെങ്കിൽ വായ പൊട്ടിയിരിക്കുക.
ഇത് ആദ്യത്തേതായതുകൊണ്ട് കുറച്ച് ടൈം വന്നിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം മുതൽ ടൈമർ ഉണ്ടാവും. അതെ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു റൗണ്ട് കൊടുക്കാം. ഏതാ പാട്ടേതാ റോഷി? വായന കൊണ്ട് കാണിക്കല്ലേ എവിടെ കാണിക്കല്ലേ? അത് ടൈമർ വെക്ക്, ടൈമർ 1 മിനിറ്റ്. സിനിമ 30 സെക്കൻഡ് വേഗം കിട്ടും. യെല്ലോ ഗ്രൂപ്പ് എന്നൊരാള്. മത്തി ടൈമറേ സ്റ്റാർട്ട്. വായന കൊണ്ടൊന്നും കാട്ടിയാലും പറ്റില്ല. ബ്ലൂ ഗ്രൂപ്പ് എന്ന് ഒരാളെ വോളണ്ടറി ആയിട്ട് വിളിക്കട്ടെ. നമുക്ക് ഡയറക്റ്റ് വിളിച്ചാലോ? അടുത്ത ഗ്രൂപ്പ് ലാസ്റ്റ് ഗ്രൂപ്പ്. അടുത്ത നീ പറ. നീ ഉണ്ടല്ലോ അടുത്ത ബ്ലൂ ഗ്രൂപ്പ് ലാസ്റ്റ്. അമ്പിളി അമ്പിളി പാട്ടേതാ? പാട്ട് കേട്ടിട്ടില്ല ആരും. നമ്മളെ കൂണോ തയ്ക്കാനേ? അത് വേഗം കിട്ടുമോ? നമ്മളെല്ലാം ഭയങ്കര ഈസി. അതിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് മാത്രം വെച്ചിട്ട് റെഡ് റെഡ് റെഡ്. ഹിന്ദി ഒന്നും അറിയില്ല.
മാറ്റി കൊടുക്കാൻ പറ്റും. യെല്ലോന്ന് ആരെങ്കിലും വരുമോ? ആ വളരെ സിമ്പിളാണ്. എടേ ഉറക്കം എനിക്ക് പറഞ്ഞവർക്ക് കണ്ടില്ലല്ലോ. നിന്നെ ഞാനും സ്വന്തമാക്കും ഗ്രീൻ കഴിഞ്ഞിട്ടില്ലല്ലോ. കളിച്ചിട്ട് പോരെ ഇതൊക്കെ. പാടുമുത്ത പാട്. ഭൂമി ചുറ്റി വരാസേ. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള പാട്ടുകൾ തരാൻ പാടില്ല. വളരെ സോ സിമ്പിൾ, സോ സിമ്പിൾ. ഏറ്റവും നന്നായിട്ട് പാടിയത് ഗ്രീൻ ഗ്രൂപ്പാണ് കേട്ടോ. ബാക്കി എല്ലാവരും അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് മൈക്ക് കൊടുക്കുന്നു, പ്രസ്താവന ഇറക്കാൻ സമ്മതിക്കുന്നു. ഇവിടെ വന്ന് നൗഫറെ കളിയാക്കുന്നു. ഇവിടെ വന്ന് ആര് പാട്ട് കാണേണ്ട പോലെ എന്നെ കണ്ടാൽ അതൊക്കെ നിങ്ങൾക്ക് കിട്ടും. കാണേണ്ട വരൂ മധുരം നുള്ളി തരൂ നിന്നരുമ പൂവാടിയിൽ നീ തേടുവതാരെ ആരെ മാനസമൈനേ വരൂ നിലാവിൻ്റെ നാട്ടിലെ നിശാഗന്ധി പൂത്തല്ലോ. വായ കൊണ്ട് ബ്ലൂ ഹൗസ് വായ കൊണ്ട് കാണിച്ചത് പാട്ട് പറഞ്ഞു കൊടുത്താന്നൊരു അക്യൂസേഷൻ നിങ്ങളെ ടീം. ഓൾറെഡി ഒരു എസ്റ്റാബ്ലിഷ് സിംഗർ ആയതുകൊണ്ട് ദിസ് ഇസ് എക്സ്പെക്റ്റഡ് സിംഗിങ്. അതുകൊണ്ട് അത് ഗ്രൂപ്പൊന്നും പാടിയിട്ടില്ലല്ലോ. ബ്ലൂ ഹൗസ് പാടിയോ? ഞങ്ങൾ കേട്ടില്ല. നൗഫറ മാത്രം പാടുന്ന കേട്ടോ. യെല്ലോ ആണോ? വാ.
സോറി എന്റെ പാൻറ് എവിടെ വെച്ചിട്ട് ഷാഹിദ ഷാഹിദൊക്കെ എളുപ്പം. ടൈമർ. നിന്നെ ഞാൻ എന്നിൽ നിന്നും പരന്നകന്നൊരു പൈങ്കിളി മലർത്തേങ്കിളി പൈങ്കിളി മലർത്തേങ്കിളി. ബ്യൂട്ടിഫുൾ. യെല്ലോ 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 യെല്ലോ. വടുക്ക് മലയാള ഹിന്ദി ഏതാ അടുക്കല്ല തോന്നുന്നു. കമ്മിറ്റി മുർദാബാദ്. എക്സ്ട്രാ ടൈം തരാം, നീ ചെയ്. ഇല്ല ഇല്ല, അത് ഹിന്ദി കാണിച്ചത്. पल पल दिल के पास तुम रहती हो जीवन. ഇതെന്താ ഇല്ല ഇല്ല, എന്റെ കയ്യിലുണ്ട്. ഇത് കഴിഞ്ഞതല്ലേ? കഴിഞ്ഞതാണ്. ഇതും കഴിഞ്ഞതാണ്. ഇത് കഴിഞ്ഞതല്ലേ? വേണ്ടേ രണ്ടും കഴിഞ്ഞു. കഴിഞ്ഞതാണ്. അടുത്ത മറ്റേ ദിനുവിന്റെ റെഡിയാണ് അശ്വമേധ. കഴിഞ്ഞോ? ഒരു കാരണവശാലും സമ്മതിക്കുന്നില്ല. ബാക്കി എല്ലാവർക്കും
ടൈം 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 കഴിഞ്ഞ് ടൈം കഴിഞ്ഞ് ടൈമർ ടൈം ഔട്ട് ടൈം ഔട്ട്. പാട്ട് പറയില്ല. പൂങ്കാറ്റിനോടും പുഴകളോടും കളികൾ ചൊല്ലുവാണ്. കിളികളോട്, അതന്നെ കിളികളോട് ആണോ? പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ. ബാക്കി നിങ്ങളല്ലേ സ്റ്റാർട്ട് ചെയ്തത്? ഗ്രീൻ ഹൗസ്. ഇവർ ഗിഫ്റ്റ്സ് കൊടുക്കണ്ടേ? ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരും ഒന്ന് മുന്നോട്ട് വരുമോ? പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരും അവർക്കൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കും. പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാരാണ്. ആക്ട് ചെയ്ത് ബ്ലൂ ഹൗസിൽ നിന്ന് ആക്ട് ചെയ്ത നബിൽ, ആക്ട് ചെയ്ത് ജയിച്ച ആൾക്കാർ മാത്രം. നബിൽ, രോഷിത്ത്, നബിൽ. അല്ലല്ല, ഇത് ആക്ടേഴ്സിനുള്ള പ്രൈസാണ്. ഓക്കെ, ചോറില്ല. അപ്പം ഒരു മിനിറ്റ്. പറയൂ. മ്യൂസിക്കൽ ചെയർ നമ്മളെല്ലാവരും കണ്ടു. മ്യൂസിക്കൽ ചെയർ വളരെ ആക്റ്റീവായിട്ട് അത് കമ്പയർ ചെയ്ത് അത് കണ്ടക്ട് ചെയ്ത പ്രിൻഷ, പ്ലീസ്. ഓക്കെ, അത് മാത്രമല്ല ഫുൾ ഈവൻറ്റും. അപ്പോൾ ഞങ്ങളുടെ 44-ാം ബാച്ചിൻ്റെ വക എല്ലാവിധ നന്ദി. ഓക്കെ, എല്ലാവരും നല്ലൊരു കയ്യടി കൊടുക്ക്. വേറെ മൊമെന്റ് ഉണ്ടോ എന്ന് തരയാൻ വേണ്ടി അനീഷ് ജോർജ് പോയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, മൊമെന്റ് നാളെ കൊടുക്കാന്നാണ് അനീഷ് ജോർജ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ബാക്കിയൊന്ന് തരാനാണെങ്കിൽ മോഹന് വേണ്ട. അല്ല, പ്രിൻഷയ്ക്ക് നമുക്ക് വേറെ റോൾ ഉണ്ട്. ഇവിടെ അഭിനയിച്ച ഡംഷറാൻസ് തകർത്ത് അഭിനയിച്ച രോഷിത്ത്, നബിൽ, നൗഫിറ അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. എവിടെ ഗിഫ്റ്റ് എടുക്ക് ജൂറി? ഗിഫ്റ്റ് കൊണ്ടുപോവാ. മൊമെന്റോ പ്രീഷ്ണയ്ക്കുള്ള മൊമെന്റോ നമ്മുടെ ആശയും അഭിലാഷവും എല്ലാവുമായ അനീഷ് ജോർജ് കൊടുക്കുന്നതാണ്. കൃഷ്ണ, ഞാൻ പാടുന്നില്ല. ഭയങ്കര നല്ലതായിരുന്നു. ഭയങ്കര ഒരു എനർജി ലെവല് ഭയങ്കരമായിട്ട് കൂട്ടി. ഇപ്പം നമ്മളൊരു ബാച്ച് ടൂറിന് പോയൊരു മൂഡാണ് ഇവിടെ എല്ലാവരും. ഞാൻ കാണാം, നമ്മളൊരു ബാച്ച് ടൂർ പോയി നല്ല അടിച്ച് പൊളിച്ചിരിക്കുന്നത്. അത് താങ്ക് യു കേട്ടോ. അപ്പൊ നമ്മളെ ഇതിനുള്ള ഡംഷറാറ്റ്സിന്റെ ഗിഫ്റ്റുകള് ഗിഫ്റ്റ് കൊടുക്കേ. വളരെ വലിയ ഗിഫ്റ്റാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അടുത്തതായി
നബിലിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ദിവ്യ പി കെ ക്ഷണിക്കുന്നു. വാ, വാ. ഓക്കെ, ഇനി നൗഫിറക്കുള്ള ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി രഞ്ജിനി കുര്യനെ. കൊടുക്ക്, ഗിഫ്റ്റ് കൊടു ഷംന. ഷംന ഭയങ്കര ഇതാണ് കേട്ടോ. നോക്ക്, ചെറിയ ഗിഫ്റ്റ്. ഇത് ഷംന രാജിവെക്കണം അല്ലേ? അടുത്തത് ഇനി റെഡ് ഹൗസ്, റെഡ് ഗ്രൂപ്പിലെ ഉമർ ഫറൂഖ് വളരെ വിദഗ്ധമായി ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് അല്ലേ? ഓക്കെ, ഉമർ ഫറൂഖിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് മിഥുൻ സി മോഹൻ. അടുത്തത് ശ്രീഹരിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പ്രശാന്തി വാ. ഇതാരാണ് നോക്ക, കള്ളക്കളി. ഓക്കെ, ഇനി ആരായിരുന്നു നമ്മളെ അടുത്ത? ഷാഹിദക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പുട്ട്. ഓക്കെ, ഇനി ഇത് യെല്ലോയില് ഫസ്റ്റ് ആരായിരുന്നു? എടാ, യെല്ലോയില് ഫസ്റ്റ് ആരാ വന്നത്? നിങ്ങളെ ഫസ്റ്റ് ആരാ? മത്തിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി രാജലക്ഷ്മിയുടെ. എന്നാ ശരി, വേണ്ട, നമുക്ക് നൗഷിഫ് കൊടുക്കാനാ. എടാ, നൗഷിഫ് ഉള്ളത് കൊടുക്ക്, ഷംനയാണ് മുതലാളി. അടുത്ത അലാവുദ്ദീന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി സൽമ. അടുത്തത് മഞ്ജു ജോസിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ധന്യ കെ വി. ഇതൊക്കെ കൊടുത്താലും മതി ഷംന, ഇത് വെച്ചോ. ഇനി തോറ്റ ടീം അല്ലേ? തോറ്റ ടീമില് ആദ്യമായിട്ട് വന്നതാരാ? അമ്പിളി കെ പിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ആരാ വേണ്ട? അമ്പിളി. ഓക്കെ, അർച്ചന. തോറ്റ ടീമിലെ അടുത്ത അനീഷ് മോഹന് ഗിഫ്റ്റ് കൊടുക്കാൻ അനിത. വനിത ജാങ്കോ, അനീഷ് ജാങ്കോക്ക്. ഇനി എല്ലാം ഫ്ലോപ്പ് ആയെങ്കിലും ദിവ്യ സി പിക്ക് നമുക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. മാത്രമല്ല, അവൾക്ക് എന്തോ സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അത് നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്.
എന്താന്ന് വെച്ചാൽ തോൽവിയിൽ ഒരിക്കലും നമ്മൾ തളരരുത്. ഫെയിലിയർ ഇസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ് എന്നാണ്. എനിക്ക് വലിയ ഗിഫ്റ്റ് വേണം. അതുകൊണ്ട് അത് ഗിഫ്റ്റ് കൊടുക്കുന്നത് നമ്മളെ വളരുന്ന ജനറേഷൻ അപ്പു. ഇനി കള്ളക്കളികളും കള്ള ഗിഫ്റ്റുകളും മൊത്തം ഉടായിപ്പ് നടത്തിയ ഷംന. എനിക്ക് ഗിഫ്റ്റില്ല, എനിക്ക് ഗിഫ്റ്റില്ല, എനിക്ക് ഗിഫ്റ്റില്ല. വേണ്ട വേണ്ട. ഷംനയ്ക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് ഞാൻ തന്നെ കൊടുക്കുന്നതാണ്. വാങ്ങ. ബാച്ചിന് വേണ്ടി 150 മാഗ്നറ്റ്സ്. എത്ര കിലോ? 3 കിലോ. 3 കിലോ മാഗ്നറ്റ്സ്. അത് ഇല്ലീഗലാണ്. ഫ്ലൈറ്റിൽ കൂടെ കടത്തിക്കൊണ്ട് വന്നിരിക്കുകയാണ് ഷംന. ദിനു ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഞാൻ ദിനുവിനെ ഇങ്ങോട്ടേക്കൊന്ന് ക്ഷണിക്കുന്നു, ഇൻവൈറ്റ് ചെയ്യും. താങ്ക് യു. ഗിഫ്റ്റ് കിട്ടിയിട്ടില്ലേ? തമ്പുല പറയാം. നിന്റെ ഓക്കെ. അശ്വമേധ എടുത്താ? അശ്വമേധം കൺഫ്യൂഷൻ ആക്കുന്നോ? മൈനസ് ആക്കും ബ്ലൂ ഹൗസിന്. ഓക്കെ. ഹലോ, പി കെ